ഹായ് ഗൈസ്, അന്യം നിന്നതുപോലെ ഒരു ഏറുമാടക്കട. നാടൻ സാധനങ്ങൾ മാത്രം കിട്ടുന്ന അജയണ്ണന്റെ കട. അവിടെ കിട്ടും നല്ല സുമാറ് ചീനി. പ്രാതൽ പണി കഴിഞ്ഞ് ഉച്ചപ്പണിക്കായി ചീനിയുമായി ദീപുമോനെത്തി. ചീനി പൊളിച്ച് കയണമേണം വെട്ടിയിട്ട് സംതൃപ്തി വരാത്ത ഞാൻ ക്യാബേജിനെ വെട്ടി നുറുക്കി അടുപ്പിലാക്കി. ക്യാബേജ് വേവിന്റെ വാതിൽപ്പടിയിൽ നിന്നപ്പോ ദയം ദാക്ഷിണ്യമില്ലാതെ പുളിശ്ശേരിയുടെ മണ്ടയ്ക്ക് കടുകർത്തൊഴിച്ചു. ബക്കേരിയിൽ നിന്നുള്ള തട്ടും മുട്ടും ശ്രവിച്ചപ്പോൾ മനസ്സിലായി മൂത്താശാരി വാതിലിന് കൊളുത്തു വെക്കുകയാണെന്ന്. ഇന്നത്തെ സ്പെഷ്യലിന് മാറ്റുരയ്ക്കാൻ സമയം അതിക്രമിച്ചു എന്ന് മനസ്സിലാക്കിയ അമ്മ ചീനിയെ വേവിച്ച് ഒരു ഓരത്തേക്ക് മാറ്റി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇന്നത്തെ സ്പെഷ്യലായ താറാവിലായിരുന്നു എന്റെ അതിക്രമം. ഒരു നാടൻ താറാവ് കറി. അതിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടെ കാണാൻ മറക്കല്ലേ. ഇതുപോലുള്ള കറികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചു സമയം അടച്ചു വെച്ച് ശാന്തരാകാൻ നമ്മൾ സമ്മതിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ സ്വാദിൽ നമ്മുടെ മനസ്സ് പെരുമ്പറ പൊട്ടുള്ളൂ. ചീനിയും താറാവും കൊഴിച്ചു മിണിങ്ങിയെങ്കിലും കൊക്കോ പുഴുക്കൾ നിർവികാരരായത് ചോറ് കഴിച്ചപ്പോ. സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതിന്റെ മണവും പിടിച്ചു വരുന്ന ചങ്കുകൾ നിങ്ങൾക്കുണ്ടോ? നവവധൂവരന്മാരായ അബിയെയും അപ്പൂനെയും വിരുന്നു വിളിച്ചപ്പോ കൂടെ ഫ്രീ കിട്ടിയതാണ് പൊന്നന്റെ കൂടെ കളിക്കുന്ന അമ്മു. പൊറോട്ട മതി എന്നുള്ള ഓർഡർ ഉണ്ടായിരുന്നു. പൊറോട്ടയ്ക്ക് അച്ചാറിന് ഇത്ര ഡിമാൻഡാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാനൊരു പൊറോട്ട വിരോധിയാണ്. അങ്ങനെ പൊറോട്ടയും താറാവും മിണിങ്ങി അവർ യാത്രയായി. ബൈ ബൈ.